48 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ജൂലൈ മാസത്തിൽ പാകിസ്ഥാനിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. അവിടുത്തെ ഭരണാധികാരിയായ സുൽഫിക്കർ അലി ഭൂട്ടോയെ പാകിസ്ഥാനിലെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ സിയാ ഉൾ ഹക്ക് അട്ടിമറിച്ചു. ഇപ്പോൾ ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിന് സമാനമായ ഒരു സാഹചര്യം പാകിസ്ഥാനിൽ ഉരുത്തിരിഞ്ഞു വരുന്നു. അതായത് നിലവിൽ പാകിസ്ഥാൻ പ്രസിഡൻ്റായ ആസിഫ് അലി സർദാരിയെ അട്ടിമറിച്ച് പാക് സൈന്യത്തിൻ്റെ അധിപനായ അസിം മുനീർ ആ സ്ഥാനത്തേക്ക് വരാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നു. എപ്പോൾ വേണമെങ്കിലും നിശബ്ദമായ ഒരു അട്ടിമറി നടക്കാം. ഇതാണ് പാകിസ്ഥാനിലെ സ്വതന്ത്ര സ്വഭാവമുള്ള മാധ്യമങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നവരൊക്കെ തന്നെ പറയുന്നത്. അതായത് നിലവിൽ സിവിലിയൻ ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിൽ വലിയ ഭിന്നതയാണ്. ആ ഭിന്നത ഇപ്പോൾ പാരമ്യതയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഏത് നിമിഷം വേണമെങ്കിലും ആസിഫ് അലി സർദാരി എന്ന് പറയുന്ന പ്രസിഡന്റിൻ്റെ കസേരയിലേക്ക് അസിം മുനീർ നടന്നു കയറിയിരിക്കാം. ഇതിന് വ്യക്തമായ ചില ഉദാഹരണങ്ങളും അവർ എടുത്തു കാട്ടുന്നുണ്ട്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പിന്നീട് സിന്ദൂർ ഓപ്പറേഷൻ അല്ലെ അത്തരത്തിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായി. ഈ ഉണ്ടായ സംഘർഷത്തിന് ശേഷം ഇസ്ലാമാബാദിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു. എന്നിട്ടും അതേ മെയ് മാസത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഷഹബാസ് ഷെരീഫ് അദ്ദേഹത്തിന്, അതായത് അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിക്ക് ഒരു വലിയ പദവി നൽകുന്നു. അതായത് ഫീൽഡ് മാർഷൽ പദവി. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപം കൊണ്ടതിന് ശേഷം രണ്ടാമത്തെ തവണയാണ് ഒരാൾക്ക് ഫീൽഡ് മാർഷൽ പദവി നൽകുന്നത്. അപ്പോൾ ഇസ്ലാമാബാദ് ഒരുപാട് അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നഗരമാണ്. ഇപ്പോൾ വീണ്ടും ഒരു അട്ടിമറിക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാൻ പറയുന്ന ഫീൽഡ് മാർഷൽ പദവി നൽകിയത് മുതലുള്ള സംഭവ വികാസങ്ങൾ നോക്കിയാൽ മതി. കുറേയധികം മാറ്റങ്ങൾ, സംഭവങ്ങളൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടും എന്തിനാണ് പാക് ഭരണകൂടം ആസിഫ് അലി സർദാരിയെ മാറ്റാനുള്ള ചില തന്ത്രങ്ങൾ ഒരുക്കുന്നു എന്ന ആരോപണമുണ്ടായിട്ടും ഈ സൈന്യാധിപന് ഫീൽഡ് മാർഷൽ പദവി നൽകിയത്? അങ്ങനെ നോക്കണമെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു ചരിത്രം കൂടി നമ്മൾ ഓർത്തെടുക്കണം. 1958 അന്ന് പാകിസ്ഥാൻ്റെ ഭരണാധികാരി ഇസ്കന്ദർ മിർസയായിരുന്നു. അപ്പോൾ ഇസ്കന്ദർ മിർസയ്ക്ക് പെട്ടെന്നൊരു പട്ടാള ഭരണമൊക്കെ അവിടെ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായി. അന്ന് സൈന്യാധിപനായിരുന്ന ജനറൽ അയൂബ് ഖാനെ ഈ പട്ടാള നിയമത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വെക്കുന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രസിഡന്റ് പദവിക്ക് കോട്ടമൊന്നും തട്ടാതെ മുന്നോട്ട് പോകുമെന്നും ഒരു വിശ്വസ്ത സേവകനായിട്ട് ജനറൽ അയൂബ് ഖാൻ ഉണ്ടാകുമെന്നും കരുതി. പക്ഷേ ജനറൽ അയൂബ് ഖാൻ്റെ നീക്കങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത് നിലവിലെ പ്രസിഡന്റിനെ ആലോചിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തെ വേഗതയിലായി. അങ്ങനെ വളരെ പെട്ടെന്നൊരു അട്ടിമറി നടക്കുന്നു. 1958 ഈ പറയുന്ന ജനറൽ അയൂബ് ഖാൻ പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായി മാറുന്നു. അങ്ങനെ പട്ടാള മേധാവിയിൽ നിന്ന് പാകിസ്ഥാൻ പ്രസിഡന്റായി മാറി ഒരു വർഷത്തിന് ശേഷം ഈ ജനറൽ അയൂബ് ഖാൻ തനിക്ക് ഫീൽഡ് മാർഷൽ പദവി സ്വയം കൽപ്പിച്ചു നൽകി. ഇതിന് ശേഷം രണ്ടാമത്തെ തവണയാണ് ഒരാൾക്ക് ഫീൽഡ് മാർഷൽ പദവി നൽകുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇനി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഇതുപോലെ ഒരു ജൂലൈ മാസത്തിൽ പാകിസ്ഥാനിൽ ഒരു പട്ടാള അട്ടിമറി നടന്നു. ജനറൽ സിയാ ഉൾ ഹക്ക് അന്നത്തെ ഭരണാധികാരിയായ സുൽഫിക്കർ അലി ഭൂട്ടോയെ അട്ടിമറിക്കുകയാണ്. സുൽഫിക്കർ അലി ഭൂട്ടോയെ അട്ടിമറിച്ചതിന് സമാനമായിട്ട് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയെ ഇപ്പോൾ അട്ടിമറിക്കാനായിട്ട് അസിം മുനീർ ചില തന്ത്രങ്ങളൊക്കെ പയറ്റുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ ഷഹബാസ് ഷെരീഫ് ഗവൺമെൻറ്റിനെ ഒരു പാവയാക്കി മാറ്റിക്കൊണ്ട് അസിം മുനീറാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നത്. പണ്ടൊക്കെ ഈ പാക് സൈന്യം അട്ടിമറിക്ക് പിന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, നേരിട്ട് മുന്നിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. 1977 ഈ സുൽഫിക്കർ അലി ഭൂട്ടോയെ വീട്ടുതടങ്കലിലാക്കുന്നു. അതിനുശേഷം ഭരണഘടന ഫ്രീസ് ചെയ്തു, മരവിപ്പിക്കുന്നു. പട്ടാള ഭരണം ഏർപ്പെടുത്തുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് നിരോധനം വരുത്തുന്നു. അങ്ങനെ പതിയെ സുൽഫിക്കർ അലി ഭൂട്ടോയെ മാറ്റിക്കൊണ്ട് ജനറൽ സിയാ ഉൾ ഹക്ക് ഭരണത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു അട്ടിമറി കൂടെ അവിടെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇപ്പോൾ ആസിഫ് അലി സർദാരി എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഭയക്കുന്നുണ്ട്. അതായത് 2022 രണ്ടാം തവണയും സർദാരി പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായി വന്നതിന് ശേഷം പാക് സൈന്യത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് സൈന്യത്തിൻ്റെ ആരോപണം.
കാരണം തനിക്കൊരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല, സൈനിക കാര്യങ്ങൾ ഉൾപ്പെടെ ഇടപെടൽ നടത്തണം, താൻ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുമെന്നൊക്കെയാണ് ഈ സർദാരി പറയുന്നത്. അസിം മുനീർ അതിനെ ഒട്ട് അംഗീകരിക്കുന്നില്ല. കാരണം അസിം മുനീർ എന്ന് പറയുന്നത് തികച്ചും ഒരു മതപണ്ഡിതനാണെന്ന് കൂടി പറയാം. കാരണം മദ്രസ അധ്യാപകനായിരുന്ന പിതാവിൻ്റെ മകൻ കൂടിയാണ്. മാത്രമല്ല ഈ മതകാര്യങ്ങളിൽ വലിയ പാണ്ഡിത്യമുണ്ട്. തൻ്റെ സൈനികരുമായിട്ടുള്ള സംവാദത്തിനിടയിൽ ഈ മതപ്രഭാഷണം പോലെയുള്ള കാര്യങ്ങൾ, സൂക്തങ്ങളൊക്കെ ഉരുവിടുന്നു. അങ്ങനെ പട്ടാളത്തിനുള്ളിൽ തീവ്ര ചിന്താഗതിയുള്ളവരെ മുഴുവൻ തന്നിലേക്ക് അടുപ്പിക്കാൻ ഈ അസിം മുനീറിന് സാധിച്ചു. ഒപ്പം പാകിസ്ഥാനിലെ തീവ്ര മതനിലപാടുകളുമായി വെച്ചു പുലർത്തുന്ന, ഇന്ത്യ വിരോധം വെച്ചു പുലർത്തുന്ന ആളുകളെ തനിക്ക് പിന്നിൽ അണിനിരത്താനും ഈ അസിം മുനീറിന് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് അസിം മുനീർ ഇപ്പോൾ പാക് പട്ടാള ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ പാക് ഭരണകൂടത്തിൻ്റെ തലപ്പത്തേക്ക് വരാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നിലവിൽ അസിം മുനീറിന് ഒരു എതിരാളി എന്ന് പറയാനുള്ളത് ഇമ്രാൻഖാനാണ്. നിലവിൽ ഇമ്രാൻഖാൻ ജയിലിലാണ്. പക്ഷേ വളരെയധികം ജനപിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഈ പാർലമെൻറ്റിലേക്ക് നടന്ന ഇലക്ഷനിൽ ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് 93 സീറ്റുണ്ട്. എന്നിട്ടും 54 സീറ്റ് കിട്ടിയ ഈ സർദാരിയുടെ പാർട്ടിയാണ് അന്ന് അധികാരത്തിലേക്ക് എത്തിച്ചത്. ഇവിടെ ഇമ്രാൻഖാൻ ജയിലിൽ കിടന്നുകൊണ്ട് തൻ്റെ അനുയായികളോട് പറയുന്നു, നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണം, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണം, കാരണം പണപ്പെരുപ്പം, സ്വേച്ഛാധിപത്യം, ഇതിനെതിരായിട്ട് നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അസിം മുനീർ അതിന് മറുപടി നൽകിയത്, പാകിസ്ഥാനിൽ എന്തെങ്കിലും തരത്തിൽ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പട്ടാളം ഇടപെടും എന്ന് വെച്ചാൽ അതിനർത്ഥം പട്ടാള ഭരണകൂടം ഉടൻ തെരുവിലേക്ക് വരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടാൽ പോലും അത്ഭുതമില്ല. അസിം മുനീറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാക് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലവനായി മാറുക. ഇതിന് പിന്തുണയായി നിൽക്കുന്നത് വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ആണെന്ന് പറയാം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അസിം മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ചൊരു വിരുന്ന് നൽകുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഭരണത്തലവന്മാരല്ലെ ഭരണ നേതൃത്വത്തിലുള്ള ചിലരുടെയൊക്കെ അകമ്പടിയോടെയാണ് അസിം മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ച് ഒരു ലഞ്ചൊക്കെ നൽകുന്നു. ഇത്രയും വലിയൊരു വിരുന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഒരാൾ പോലും മറ്റൊരു രാജ്യത്തിൻ്റെയും സൈനിക മേധാവിക്ക് നൽകിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാനിലെ സൈനിക മേധാവിയായ അസിം മുനീറിനെ കൊണ്ട് ട്രംപിന് എന്തൊക്കെയോ ആവശ്യമുണ്ട്. കാരണം ട്രംപ് നല്ല കച്ചവടക്കാരനാണ്. ട്രംപിൻ്റെ മകനും മരുമകളും ചേർന്ന് നടന്ന ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൽ പാകിസ്ഥാനിലെ പങ്കാളി എന്ന് പറയുന്ന അസിം മുനീറാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം, ഏതാനും ദിവസം മുമ്പ് അസിം മുനീർ പറഞ്ഞു, പാകിസ്ഥാനിലെ വ്യോമസേനയുടെ നിയന്ത്രണം മുഴുവൻ അമേരിക്കയെ ഏൽപ്പിക്കാൻ പോവുകയാണ്. കാരണം വ്യോമസേനയെ അടിമുടി വാർത്തെടുക്കണം, ഒന്ന് ഉടച്ചു വാർക്കാൻ പോകുന്നു, അതുകൊണ്ട് നിയന്ത്രണം കൊടുക്കുന്നു. അപ്പം അതിന് പിന്നിൽ ലക്ഷ്യമുണ്ട്. കാരണം അമേരിക്കയുടെ പല എയർബേസുകളും പാകിസ്ഥാനിലുണ്ട് എന്നുള്ളത് രഹസ്യമാണ്, പക്ഷേ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇത്തരത്തിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായപ്പോൾ അമേരിക്കയുടെ ഒരു എയർബേസ് തകർന്ന വാർത്തയൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി മറ്റൊരു കാര്യം, ഈ അമേരിക്കയ്ക്ക് ബലൂജ് മേഖലയിൽ വലിയ താല്പര്യമാണ്. കാരണം അവിടെ റെയർ എർത്തിൻ്റെ വലിയൊരു ശേഖരമുണ്ട്. അപൂർവ ധാതുക്കൾ ഇല്ലാത്ത ഒരു രാജ്യം അമേരിക്ക ആയതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാനിൽ ഖനനം നടത്താനുള്ള അനുമതി അസിം മുനീർ അമേരിക്കയ്ക്ക് നൽകും. പക്ഷേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അത് അനുവദിക്കുമെന്നുള്ളതാണ് പ്രശ്നം. കാരണം ചൈന വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടും അവിടെ ഖനനം നടത്താൻ ഈ ബലൂജ് ലിബറേഷൻ ആർമി അനുവദിക്കില്ല. ഇവരെ ആക്രമിച്ച് പിന്തിരിപ്പിക്കുകയാണ് കണ്ടത്. ഇവിടെ അസിം മുനീർ കരുതുന്നത് അമേരിക്ക എത്തിയാൽ ഈ BLA പേടിക്കുമെന്നാണ്. പക്ഷേ ബലൂജികൾ പറഞ്ഞു, അമേരിക്കയല്ല, ആരെത്തിയാലും അവിടെ ഖനനം നടത്താൻ ഞങ്ങൾ അനുമതി കൊടുക്കുകയില്ല. അപ്പം അമേരിക്ക അസിം മുനീറിനെ അവിടുത്തെ പാക് ഭരണാധികാരിയായിട്ട് ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. മറ്റ് ഒരു നേതാവിനും ഇല്ലാത്തത്ര ജനപ്രീതി ഇവിടെ അസിം മുനീറിനുണ്ടെന്നും അമേരിക്കൻ ഭരണകൂടം പാക് പ്രധാനമന്ത്രിയോ പാക് പ്രസിഡന്റിനെയോ അല്ല നേതാവായി കാണുന്നത്, അസിം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപനെ ആണെന്നുമുള്ള വ്യക്തമായ സന്ദേശം നൽകിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നിലവിൽ സിവിലിയൻ ഭരണകൂടത്തെ ഏത് നിമിഷവും സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബിലാവൽ ഭൂട്ടോ എന്ന് പറയുന്ന മറ്റൊരു നേതാവ് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നു. ഇയാൾ പറയുന്നത്, അതായത് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന സംഘടനയുടെ നേതാവുണ്ട് ഹാഫിസ് സെയ്ദ്, അപ്പോൾ അതുപോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവുണ്ട് മസൂദ് അസർ. ഇവരെ രണ്ടുപേരെയും ഇന്ത്യക്ക് വിട്ടുകിട്ടണമെന്നാണ് ആവശ്യം. ഇത് തരാൻ ഞങ്ങൾ തയ്യാറാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഹാഫിസ് സെയ്ദിനെയും മസൂദ് അസറിനെയും വിട്ടു നൽകാൻ തയ്യാറാണെന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്നും ഒക്കെ പറയുന്നു. ഇതിനെതിരെ ഇയാളുടെ മകൻ, അതായത്
തൽഫ സയ്യിദ് തന്നെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ബിലാവൽ ഭൂട്ടോ മുസ്ലിം അല്ല, ഇയാൾ രാജ്യ താല്പര്യങ്ങൾ മറിച്ചു വിൽക്കുന്ന ആളാണ്, ഇയാൾ ജനങ്ങൾക്ക് അനഭിമതനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ പിന്തള്ളാനായിട്ട് പോകുന്നു. അപ്പോൾ അസിം മുനീറിന് ഭീഷണിയായിട്ട് ഈ ബിലാവൽ ഭൂട്ടോ ഉണ്ടാകില്ല. കാരണം ബിലാവൽ ഭൂട്ടോയും ആസിഫ് അലി സർദാരിയും ഒക്കെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഇവർ രാജ്യം വിട്ടുപോകും. ഇവർക്ക് മറ്റ് രാജ്യങ്ങൾ വലിയ നിക്ഷേപമൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിതമായതിനു ശേഷം നടക്കാൻ പോകുന്ന മറ്റൊരു പട്ടാള അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇനി ആസിഫ് അലി സർദാരിക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല അസിം മുനീർ മറ്റൊരു തന്ത്രം കൂടി പ്രയോഗിക്കും. വളരെ പെട്ടെന്ന് അവിടെ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കാം. അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഒരു പാവ സർക്കാരിനെ അധികാരത്തിലേക്ക് എത്തും. തൻ്റെ ചൊൽപ്പടിച്ച് നിൽക്കുന്ന ഒരാളെ പ്രധാനമന്ത്രിയാക്കാം. അങ്ങനെ പതുക്കെ അസിം മുനീറിന് പാക് പ്രസിഡന്റ് ആകാം. അപ്പോൾ അസിം മുനീറിന് പ്രസിഡന്റ് ആയിക്കോട്ടെ എന്നുള്ള നിലപാട് അമേരിക്കയ്ക്കുമുണ്ട്. ഇങ്ങനെ വന്നാൽ ഈ മത തീവ്ര ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ ഈ ഖുറാനൊക്കെ പഠിച്ച് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ പട്ടാളത്തിൻ്റെ മേധാവിയായിട്ട് പാകിസ്ഥാനിൽ അധികാരത്തിലെത്തുന്നത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ അസിം മുനീർ പാക് പ്രസിഡൻ്റായിട്ട് വരുന്നത് ഇന്ത്യക്ക് ഭീഷണി ഉയർത്തും. ഇന്ത്യ അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നൊക്കെ കാത്തിരുന്നാണ്. ചുരുക്കം പറഞ്ഞാൽ ഇനി എന്നാണ് ഈ അട്ടിമറി നടക്കുന്നത് എന്ന് മാത്രമേ അറിയാനുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ആസിഫ് അലി സർദാരിക്ക് കസേര നഷ്ടമാകും. പാക് പ്രസിഡന്റ് പദവിയിലേക്ക് ഈ പറയുന്ന അസിം മുനീർ എന്ന് പറയുന്ന പാക് സൈന്യാധിപൻ എത്തിച്ചേരും. അതിന് എത്ര കാലതാമസം എന്നുള്ളതിന് മാത്രമാണ് ഇവിടെ കാത്തിരിപ്പ്. ഏതാണ്ട് ഷഹബാസ് ഷെരീഫും ഈ ആസിഫ് അലി സർദാരിയും ഒക്കെ രാജ്യം വിട്ടു പോകുമോ എന്നുള്ള ആശങ്ക മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ച ഇസ്ലാമാബാദ് 48 വർഷങ്ങൾക്ക് മുമ്പ് ജൂലൈയിൽ ഇതുപോലെ ഒരു അട്ടിമറിക്ക് സാക്ഷ്യം വഹിച്ചു. അങ്ങനെയാണെങ്കിൽ 2025-ലും ഇതിന് സമാനമായ ഒരു അട്ടിമറി അവിടെ നടക്കാൻ പോകുന്നു. അങ്ങനെ ആസിഫ് അലി സർദാരി എന്ന് പറയുന്ന പാക് പ്രസിഡന്റിനു പകരം അസിം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപൻ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആവാൻ പോവുകയാണ്.